അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങാൻ ടൈമായിട്ടുണ്ട്. നേരെ ഓഫീസിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് എനിക്ക് ഫ്രണ്ട്സിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി കളക്ട് ചെയ്യാനുണ്ട്. 8:55 9 മണിക്ക് തന്നെ ഓഫീസിൽ എത്തണം. പക്ഷേ മഴ അടിക്കുക കാരണം വണ്ടി എടുത്ത് നിർത്തേണ്ടി വന്നു. പക്ഷേ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് കറക്റ്റ് 9 മണിക്ക് തന്നെ ഓഫീസിലേക്ക് എത്താനായിട്ട് പറ്റി. നേരെ ഓഫീസിലേക്ക് എത്തി പഞ്ചൊക്കെ ചെയ്ത് ഇന്നൊരു ഡിസ്പ്ലേ പരിപാടിക്കാണ്ട് പോണത്. പെരുമ്പളം ദ്വീപിലേക്കാണ് പോണത്. ഈ വണ്ടി ടാറ്റ പഞ്ചാണ്ട്. എൻ്റെ റിയൽ ടൈം മൈലേജ് ഉണ്ടോ സിറ്റിയിൽ 14.5. ഈ ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഡിസ്പ്ലേ സെറ്റ് ചെയ്യണത്. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടത് ബ്രസീൽ ഫാൻസും അർജന്റീന പോർച്ചുഗലൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഒരു ഫ്ലെക്സ് അഴിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്കവാറും അത് ജർമ്മനി ആയിരിക്കും അഴിച്ചു മാറ്റിയായിരിക്കും. ഡിസ്പ്ലേയിലാണുള്ളത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അടുത്തൊരു മെസ്സി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയുണ്ടോ. ഈ അമ്പലക്കുളം, കുറേ ഗ്രൗണ്ടും കുറേ ഉൾറോഡുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു പാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണിത്. ഈ പാലം വന്നേ പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പെരുമ്പളത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച വരെ വണ്ടി ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സൈക്കിളൊക്കെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് പിള്ളേരെ കളിക്കണം. അത് കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.